ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റവ കേസരി. റവ കൊണ്ടൊരു മധുര പലഹാരം. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം നമുക്ക്. അതിന് റവ, വറുത്ത റവ, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഒരു 2 ഏലക്കായ, പഞ്ചസാര പൊടിച്ചതും ഉപയോഗിക്കാം, നമുക്ക് തരിയായിട്ടുള്ളതും ഉപയോഗിക്കാം. ഇനി നമ്മുടെ അടുപ്പിലേക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് അതിൽ അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കുക. ഒരു ബ്രൗൺ കളർ ആവുന്നവരെ ചെറു തീയിലിട്ടിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് വറുത്ത് കോരിയെടുക്കാം. അതേ നെയ്യിൽ തന്നെ നമുക്ക് മുന്തിരിയും വറുത്ത് കോരിയെടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നമ്മൾ ഇതിന് ഒരു ഭംഗിക്കും നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും ഇട്ട് കഴിഞ്ഞാൽ. ആ നെയ്യിൽ തന്നെ നമ്മൾ റവയും വറുത്തെടുക്കാറുണ്ട്. റവ നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. ഇതിലേക്ക് ചെറിയ തീയിലിട്ടിട്ട് വറുത്ത് കൊടുക്കണം. നല്ല ഹൈ ഫ്ലെയിം വെച്ചാൽ അങ്ങനെ കരിഞ്ഞു പോവും. അതുകൊണ്ട് ചെറിയൊരു തീയിൽ വറുത്തിട്ട് എടുക്കുക. ഒരു ബ്രൗൺ കളറായ ശേഷം നമുക്ക് ഒരു ചെറിയ ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഈ നെയ്യിൻ്റെയൊക്കെ നല്ല സ്മെല്ലുണ്ട് ഈ റവയ്ക്ക് ഇട്ടപ്പോൾ. ഇനി നമുക്ക് 1 ലിറ്ററിൻ്റെ കപ്പിൽ ഒരു 3/4 ലിറ്റർ കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഏലക്ക പൊടിച്ചതും ഒരു ഡ്രോപ്പ് ഫുഡ് കളർ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് പഞ്ചസാര അതും ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന റവയും ഇട്ട് കൊടുക്കുക. കുറേശ്ശെ റവ ഇട്ട് കൊടുക്കണം, അല്ല പറഞ്ഞു വെച്ചാൽ കട്ടിയായിട്ട് പിടിക്കും. അതുകൊണ്ട് കുറച്ചേശ്ശെ എടുത്തിട്ട് ഇട്ട് കൊടുക്കുക. കണ്ടോ, ലോ ഫ്ലെയിമിൽ തന്നെ കൊടുക്കണം. നമ്മുടെ റവ ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി ഇതിൽ തരിയൊന്നും പാടില്ല. കട്ടകളൊക്കെ ഉടച്ച് നന്നായിട്ട് ചെറിയതേ രീതിയിലാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്തു കേട്ടോ. ഇനി നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കുക. ഇപ്പം നെയ്യിൻ്റെയും അണ്ടിപ്പരിപ്പിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു സ്നാക്സ് ആയിട്ടാണ്, മധുരപലഹാരമാണ് റവ കേസരി. ഇത് നമുക്ക് ഇനി റൗണ്ട് ഷേപ്പിലുള്ള പാത്രത്തിലോ സ്ക്വയർ ഷേപ്പിലുള്ള പാത്രത്തിലൊക്കെ ആക്കിയിട്ട് നമുക്കൊരു കിണ്ണത്തിലേക്ക് ഇതുപോലെ ആക്കി വയ്ക്കാം. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലത്തെ വീഡിയോയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക്.